വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അമ്മയുടെ മരണത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. അലൻസോണിലെ മാർട്ടിൻ കുടുംബത്തിൽ നിറഞ്ഞു നിന്ന സന്തോഷത്തിനും സന്തുഷ്ടിക്കും സമാധാനത്തിനും മങ്ങലേൽപ്പിച്ചുകൊണ്ട് അമ്മ സെലിഗുരിൻ്റെ രോഗം മൂർച്ഛിക്കുകയും 1877 ഓഗസ്റ്റ് 26 അന്തിമ ലേപനം നൽകപ്പെടുകയും ചെയ്തു. ആ രംഗവും കൊച്ചുത്രേസ്യയുടെ ജീവിതവും മുഴുവൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു. തൻ്റെ ആത്മകഥയിൽ കൊച്ചുത്രേസ്യ ആ നിമിഷങ്ങളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അന്തിമ ലേപനത്തിൻ്റെ ഹൃദയസ്പൃക്കായിരുന്ന കർമ്മങ്ങളും എൻ്റെ മനസ്സിൽ പതിച്ചു. സെലിൻ ചേച്ചിയുടെ അരികിൽ ഞാൻ നിന്ന സ്ഥലം ഇപ്പോഴും എനിക്ക് കാണാം. അവിടെ നിന്ന് ഏങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ മരിച്ച് അന്നും അടുത്ത ദിവസമോ അപ്പച്ചൻ എന്നെ കയ്യിലെടുത്ത് കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞമ്മച്ചിക്ക് നിൻ്റെ അവസാന ഉമ്മ കൊടുക്കുക എന്ന്. ഞാൻ ഒന്നും പറയാതെ ചുണ്ടുകൾ എൻ്റെ വാത്സല്യ മാതാവിൻ്റെ നെറ്റിയിൽ പതിപ്പിച്ചു. ഞാൻ അധികം കരഞ്ഞതായി ഓർമ്മിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ വികാരങ്ങൾ ഞാൻ ആർക്കും വെളിപ്പെടുത്തിയില്ല. നിശബ്ദമായി നിന്ന് ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. എന്നെക്കുറിച്ച് ഗൗനിക്കുവാൻ ആർക്കും സമയമുണ്ടായിരുന്നില്ല. അത് കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ കരുതാമായിരുന്ന പലതും ഞാൻ കണ്ടു. 1877 ഓഗസ്റ്റ് 28 രാത്രി 12:30 മണിക്ക് 45-ാം വയസ്സിൽ തൻ്റെ 5 ഓമന പെൺമക്കളെയും സ്നേഹനിധിയായ ഭർത്താവിനെയും പ്രിയപ്പെട്ടവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് സെലിൻ്റെ ആത്മാവ് നിത്യായുസ്സിലേക്ക് പറന്നുയർന്നു. സെലിൻ്റെ സംസ്കാരം ഓഗസ്റ്റ് 29 ബുധനാഴ്ച 9 മണിക്കായിരുന്നു. ഇടവകയായ അലൻസോണിലെ നോട്ടർഡാം ദേവാലയ സിമിത്തേരിയിലായിരുന്നു സംസ്കാരം. അന്നത്തെ പ്രസംഗത്തിൽ ഇടവകകാരി പറഞ്ഞു, അങ്ങനെ ഒരു വിശുദ്ധ കൂടി സ്വർഗത്തിൽ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം അവളുടെ പിഞ്ചു മനസ്സിൽ താങ്ങാവുന്നതിലും അധികം ദുഃഖവും ഏകാന്തതയും കാരണമായി. അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും അമ്മാച്ചനും അമ്മായിയുമൊക്കെ ഉള്ള വാത്സല്യം കൊണ്ട് വീർപ്പുമുട്ടിച്ചെങ്കിലും ആർക്കും വിവരിക്കാനാകാത്ത ഒരു ദുഃഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അവളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വന്നു. ഇതേപ്പറ്റി പിന്നീട് കൊച്ചുത്രേസ്യ എഴുതുന്നു, അമ്മച്ചിയുടെ മരണശേഷം എൻ്റെ പ്രസന്നഭാവം താഴെ മാറിപ്പോയ കാര്യം എൻ്റെ അമ്മേ അങ്ങയോട് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. സദാ ഉന്മേഷവും പ്രസരിപ്പും നിറഞ്ഞിരുന്ന എൻ്റെ ഭീരവും ലജ്ജാലുവും തൊട്ടാവാടി സ്വഭാവക്കാരിയുമായി തീർന്നു. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി കണ്ണുനീർ പൊഴിച്ചു തുടങ്ങും. ആരും എന്നെ ശ്രദ്ധിക്കാതിരുന്നാൽ അതായിരുന്നു എനിക്ക് തൃപ്തികരം. അപരിചിതരുടെ സാന്നിധ്യം എനിക്ക് ദുസ്സഹമായിരുന്നു. കുടുംബത്തിലെ സൗഹൃദത്തിൽ മാത്രമേ ഞാൻ സുഖം കണ്ടെത്തിയിരുന്നുള്ളൂ. അതേസമയം അത്രയും ആർദ്രമായ സ്നേഹത്താൽ ഞാൻ സമാലംകൃതയായിരുന്നു. അപ്പച്ചൻ്റെ അതീവാർദ്രമായ ഹൃദയത്തിൻ്റെ വാത്സല്യത്തോട് സാക്ഷാൽ മാതൃവാത്സല്യവും കൂടിക്കലർന്നു. 1877 ഓഗസ്റ്റ് 28 സെലിഗുരിൻ ക്യാൻസർ മൂലം മരണമടഞ്ഞപ്പോൾ കൊച്ചുത്രേസ്യയ്ക്ക് 4.5 വയസ്സായിരുന്നു പ്രായം. അമ്മ നഷ്ടപ്പെട്ടു. കൊച്ചുറാണി സ്വർഗീയ അമ്മയുടെ പക്കൽ അഭയം തേടി. അനുദിന പ്രാർത്ഥനയിൽ ആനന്ദം അവൾ കണ്ടെത്തി. വിശുദ്ധ കുർബാനയോടും സ്വർഗീയ അമ്മയോടുമുള്ള ഭക്തിയിൽ അവൾ അനുദിനം വളർന്നു വന്നു. മാതാപിതാക്കളുടെ ഭക്തിപൂർവവും ത്യാഗവും നിർഭരവുമായ ക്രൈസ്തവ സാക്ഷ്യത്തിന് ദൈവം നൽകിയ അമൂല്യ സമ്മാനമാണ് ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.